സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. സിനിമാ ഡയലോഗ് പോലെ സംഗീത സാഗരത്തിലൂടെ പുത്തൻ അറിവ് കണ്ടെത്താനാണ് പുത്തൻ വീട്ടിൽ മാത്യൂസിന്റെ യാത്ര. ഇതൊരു ബോംബെ എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചു തുടങ്ങി ഹോബിയായിട്ട് തുടങ്ങും. ചിലർ ഹോബിയായിട്ട് തുടങ്ങിയിട്ടത് ബിസിനസ് ആവും, ജീവിതമാർഗമാവും, ലൈഫ് ലോങ് ലൈവ്ലിഹുഡായിട്ട് മാറും. ഞാൻ ഇത് ഹോബിയായിട്ട് തുടങ്ങി അവസാനം എൻ്റെ ജീവിതത്തിൻ്റെ പകുതി താളങ്ങളായി, കംപ്ലീറ്റ് താളം മാത്രമായി. ഇപ്പോഴും ചെറുപ്പം മുതലേ സംഗീതത്തോട് താല്പര്യമുണ്ടെങ്കിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ കിട്ടുന്ന സമയമെല്ലാം പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. എത്രയും പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും പെർഫെക്റ്റ് ആകും. മാത്യൂസിന്റെ വീട് സംഗീത ഉപകരണങ്ങൾ നിറഞ്ഞൊരു സംഗീത കൊട്ടാരമാണെന്ന് തോന്നും. ഡെയിലി പ്രാക്ടീസ് ചെയ്യും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പും പ്രാക്ടീസ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു റൗണ്ട് ഏതെങ്കിലും 2 ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യും. ദൂരെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് കയ്യിൽ കൊണ്ടുപോകും. എല്ലാവർക്കും ആഹാരം കഴിച്ചില്ലല്ലേ വിശക്കുള്ളൂ. എനിക്ക് പ്രാക്ടീസ് ചെയ്ത് ഇൻസ്ട്രുമെൻ്റ് വായിച്ചില്ലേ വിശക്കും. നിരവധി വെസ്റ്റേൺ ക്ലാസിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് പുതിയ താളങ്ങൾ സൃഷ്ടിക്കുകയാണ് മാത്യൂസ്. ലഹരിക്ക് ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ, അതിനേക്കാട്ടിലെല്ലാം ഒരു സൂപ്പർ ലഹരിയാണ് മ്യൂസിക്. താളങ്ങൾ കൊണ്ട് കഥ പറയുന്ന മാത്യൂസ് ചേട്ടനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു. ഞാനും ശ്രമിച്ചു ഒന്ന് താളം പഠിക്കാൻ. എന്നാൽ ഇതിന് ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തും വഴക്കവും വേണം. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ലൈന ജയരാജ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.